ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, 11 ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് ASL Traders, Alimukke, Punalur. Contact 98465 04688 70250 നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL Traders വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ആൻഡ് ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നടുക്കം വിട്ടുമാറാതെ ആറ്റിങ്ങൽ. ലൈവ് വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ. ആറ്റിങ്ങലിൽ സ്വകാര്യ ബസ് മറിഞ്ഞ അപകടം. 2 പെൺകുട്ടികൾ മരിച്ചു. ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 17 പേരുടെ നില ഗുരുതരം. പത്തനാപുരത്ത് ശബരിമല തീർത്ഥാടകർക്കായി ഇടത്താവളമില്ല. തീർത്ഥാടകർ വലയുന്നു. DGPയുടെ പെരുമാറ്റ സർക്കുലറിന് പുല്ലുവില. പത്തനാപുരത്ത് യുവാവിന് പോലീസിന്റെ മർദ്ദനം. കക്കോട് സ്വദേശിയായ യുവാവിനെ SIയും സംഘവും ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വാർത്തകൾ വിശദമായി. ആറ്റിങ്ങലിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് 2 പെൺകുട്ടികൾ മരിച്ചു. ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 17 പേരുടെ നില ഗുരുതരം. ദേശീയപാതയിൽ ആറ്റിങ്ങൽ മാമം പാലത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം.
ചിറയൻകീഴ് കോരാണി ആറ്റിങ്ങൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഐശ്വര്യ എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വർക്കല ചെമ്മരുതി മുട്ടുപാലം കോളനി റീന ഭവനിൽ 18 വയസ്സുള്ള അശ്വതി, ഊരുവൈക സ്വദേശിനി 16 വയസ്സുള്ള അശ്വതി എന്നിവരാണ് മരണപ്പെട്ടത്. 32 പേർക്ക് പരിക്കേറ്റതിൽ 12 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ എല്ലാവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പാലത്തിന് സമീപം എതിരെ വന്ന KSRTC ബസിനെ മറികടക്കാനെത്തിയ ബൈക്ക് യാത്രികനെ രക്ഷിക്കാനായി വെട്ടിച്ചപ്പോഴാണ് ബസ് അപകടത്തിൽപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു. ബസിന്റെ അമിത വേഗതയും അപകടത്തിന് കാരണമായത്രേ. പാലത്തിന്റെ കൈവരി തകർത്ത ബസ് താഴേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. വശത്തെ മൺതിട്ടയിലിടിച്ചാണ് ബസ് നിന്നത്. സ്കൂൾ കോളേജുകൾ വിട്ടുവന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ശബരിമല തീർത്ഥാടകർക്കായി പത്തനാപുരത്ത് ഇടത്താവളമില്ല. ശബരിമല തീർത്ഥാടകർ വലയുന്നു. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. മണ്ഡലകാലം ആരംഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പത്തനാപുരത്ത് വിരിവയ്ക്കുന്നതിനോ ദാഹജലം കൊടുക്കുന്നതിനോ വേണ്ട സൗകര്യം ഒരുക്കാത്ത ഗ്രാമപഞ്ചായത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. നിലവിൽ കല്ലിങ്കടവിൽ ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡിൽ അയ്യപ്പ ഭക്തർക്ക് സ്വാഗതം എന്ന പേരിൽ ഗ്രാമപഞ്ചായത്ത് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കടത്തിണ്ണയും മരത്തണലും മാത്രമാണ് തീർത്ഥാടകർക്ക് ആശ്രയം. നിലവിൽ കല്ലിങ്കടവിലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന സാംസ്കാരിക നിലയത്തിൽ താൽക്കാലിക ഇടത്താവളം ഒരുക്കാമെന്നിരിക്കെ അതിനും അധികൃതർ തയ്യാറായിട്ടില്ല. നടന്നു ക്ഷീണിച്ചു വരുന്ന അയ്യപ്പ ഭക്തർ വൃത്തിഹീനമായി കിടക്കുന്ന സ്ഥലങ്ങളിൽ വിരിവെക്കേണ്ട ഗതികേടാണ് നിലവിലുള്ളത്. സൗകര്യമില്ലാത്തതിനാൽ തീർത്ഥാടകർ വൃത്തിഹീനമായ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വിരിവെക്കാറുള്ളത്. എത്രയും വേഗം തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യം ഒരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. നെടുമങ്ങാട് മേടയിൽ മാടന്തമ്പല ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത്. ഇത് 3ാമത്തെ വർഷമാണ്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വർഷം ഇതേപോലെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവരിവിടെ ഒരു ഗാനമേള എന്തൊക്കെ നടത്തിയിരുന്നു. ഞങ്ങൾക്ക് കിടക്കാവത്തില്ല, ഞങ്ങളൊരു കട വരാൻ എന്തെങ്കിലും കിടന്നു. ആദ്യം ഫസ്റ്റ് വിളിച്ചത് കടത്തിന്മേലായിരുന്നു. അപ്പോൾ ഈ പട്ടികളും എല്ലാം കൂടെയൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സ്ഥലത്താണ് നമ്മളെ കിടന്നത്. ഞങ്ങൾ അപ്പുറത്താണ് കിടന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഇതേപോലെ തന്നെ ഇവിടെ അയ്യപ്പത്താവളം കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വന്നത്. പക്ഷേ ഇവിടെ ഇല്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരത്ത് SIയും പോലീസുകാരും ചേർന്ന് പുനലൂർ സ്വദേശിയായ യുവാവിനെ മർദ്ദിച്ചതായി പരാതി. പുനലൂർ സ്വദേശിയായ കക്കോട് തേക്കുള്ള വീട്ടിൽ സുബീഷാണ് പരാതിക്കാരൻ. പത്തനാപുരം SIയും പോലീസുകാരും ചേർന്ന് തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്ന പരാതിയുമായി പുനലൂർ കക്കോട് തേക്കുള്ള വീട്ടിൽ സുധീഷാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പത്തനാപുരം സ്വദേശിയായ പെൺകുട്ടിയും കാമുകനും ഒളിച്ചോടിയ സമയത്ത് സുധീഷിന്റെ സഹോദരിയുടെ മകനും ഇവർക്കൊപ്പം പോയിരുന്നു അത്രേ. എന്നാൽ ഇവരെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. തുടർന്ന് ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞാണ് SIയും സംഘവും സുധീഷിനെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 ജീപ്പിലേക്ക് തള്ളിക്കയറ്റിയ തന്നെ പല വഴികൾ ചുറ്റിച്ചാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതെന്നും ഈ സമയം അത്രയും മർദ്ദിക്കുകയായിരുന്നെന്നും സുധീഷ് പറഞ്ഞു. അമ്പലത്തിൽ പോയതാന്ന് പറഞ്ഞു. 1-ാം തീയതി അന്നായിരുന്നു. ഉച്ച വന്നിട്ടാണ് അമ്പലത്തിൽ പോയതെന്ന് പറയുമ്പോൾ അമ്പലത്തിൽ എന്നാ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വണ്ടി കയറ്റി ഇങ്ങോട്ട് ചെന്ന് ഞാൻ പറഞ്ഞു, സാറേ ഇന്നതാ അമ്പലം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ വരുന്നതെന്ന് വെച്ചാൽ പിടിച്ചൊരൊറ്റ തള്ളു വണ്ടിയിലോട്ട്. ഞാൻ പോയി വണ്ടിക്കകത്ത് വീണ് ഡോർ അടച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് തന്നെ അവിടെ തുടങ്ങി അടിക്കുക. ആര് ഫോൺ എന്നെ വിളിച്ചാലും അവർ അന്നേരം അടിക്കുക. വഴിക്ക് വെച്ച് പെൺകുട്ടിയുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞ ആളുകളും ജീപ്പിൽ കയറിയിരുന്നു അത്രേ. ഇവരും സുധീഷിനെ മർദ്ദിച്ചതായാണ് പരാതിയിൽ പറയുന്നത്. എന്നിട്ട് പിന്നെ പെണ്ണിന്റെ 2 ആൾക്കാരെ കയറ്റി എന്നാണ് പറയുന്നത്. പെണ്ണിന്റെ ആൾക്കാരെന്നാണ് പറഞ്ഞത്. പെണ്ണിന്റെ ആൾക്കാരെ കയറ്റി അവരെ കൊണ്ടിടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കാട്ടുമൃഗങ്ങളുടെ ശല്യവും കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവും കിഴക്കൻ മേഖലയിലെ കർഷകരെ ദുരിതത്തിലാഴ്ത്തുന്നു. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. പത്തനാപുരം, പുന്നല, കടശ്ശേരി, കുമരംകുടി എന്നിവിടങ്ങളിൽ കഴിഞ്ഞ രാത്രികളിലെത്തിയ ആനക്കൂട്ടം ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക വിളകളാണ് നശിപ്പിച്ചത്. വനാതിർത്തിയോട് ചേർന്ന് കൃഷിഭൂമി പാട്ടത്തിനടുത്തും മറ്റും ലക്ഷങ്ങൾ ചിലവഴിച്ച് കൃഷിയിറക്കിയവരാണ് ഇതുമൂലം ദുരിതത്തിലായിരിക്കുന്നത്. വിളവെടുപ്പിന് പാകമായ 100 കണക്കിന് വാഴകളും റബ്ബർ തൈകളും കാട്ടാനകൾ പിഴുതെറിഞ്ഞു. മുൻവർഷങ്ങളിലും ഇത്തരത്തിൽ കൃഷിനാശം സംഭവിച്ചിരുന്നു. എന്നാൽ വനം വകുപ്പിന്റെയും കൃഷിവകുപ്പിന്റെയും അധികൃതർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി മടങ്ങിയതല്ലാതെ യാതൊരു സഹായവും ലഭ്യമായിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത്. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ വനം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി അതിർത്തികളിൽ കിടങ്ങ് നിർമ്മിക്കുകയും വൈദ്യുതി വേലി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല. കിടങ്ങുകൾ മണ്ണുമൂടി നികരുകയും വൈദ്യുതി വേലികൾ പലതും തകർന്ന നിലയിലുമാണ്. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ് ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത്. പുന്നല, കടശ്ശേരി, എലപ്പക്കോട്, മൈലവിള വീട്ടിൽ സഹദേവൻ, വത്സലകുമാരി, SB നിവാസിൽ സഹദേവൻ, ശുചിവിലാസത്തിൽ വത്സല, പുഷ്പമംഗലത്ത് വിഷ്ണു, നിശാഭവനിൽ യശോധരൻ തുടങ്ങി 20ഓളം കർഷകരുടെ കൃഷിയാണ് കഴിഞ്ഞ രാത്രികളിലായി കാട്ടുമൃഗങ്ങൾ നശിപ്പിച്ചത്. പലിശയ്ക്ക് പണം വാങ്ങിയും മറ്റും കൃഷിയിറക്കിയ തങ്ങൾ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണെന്നും കർഷകർ പറയുന്നു. ഇവിടെ 10-50 കുടുംബക്കാർ ഇതുകൊണ്ട് കൃഷി ഉണ്ടായി ജീവിക്കുന്നത്. ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടുന്നവരെയുള്ള രംഗം വന്നേക്കും. ഇപ്പം കൃഷിയുണ്ട്. ഇപ്പം ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്തൊരു പരിവാണ്. അതാണ് ഇപ്പം നോക്കേണ്ടത്. ഇപ്പോൾ ജനങ്ങൾക്ക് ഭയങ്കര 10-60 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുകയാണ്. ഇത്രയും എല്ലാവരും വളരെ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത്. രാത്രിയിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആ ജനങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സർക്കാർ എന്തെങ്കിലും നടപടി
എടുക്കണമെന്നാണ്. ലൈവ് വാർത്ത പത്തനാപുരം. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 9947 697. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണ്ണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. പുനലൂർ താലൂക്ക് വികസന സമിതി യോഗം അഡ്വക്കേറ്റ് കെ രാജു MLA അധ്യക്ഷതയിൽ ചേർന്നു. മിനി പമ്പ എന്ന പ്രശസ്തമായ പുനലൂരിലെ മണ്ഡലകാല ഒരുക്കങ്ങൾ സമിതി വിലയിരുത്തി. തീർത്ഥാടകർക്കായുള്ള സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തും. അച്ചൻകോവിൽ റോഡ് നവീകരണം, കഴുത്തുരുട്ടിയിലെ വൈദ്യുത തടസ്സം തുടങ്ങി നിരവധി വിഷയങ്ങളും സമിതിയിൽ ചർച്ചയായി. കരവാളൂർ ഗവൺമെന്റ് LP സ്കൂളിന് സമീപം സ്ഥിരമായി ഉണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാൻ കരവാളൂർ പഞ്ചായത്ത് അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. അവിടുത്തെ ഓട നികത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതെന്നും ഇതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സഭയെ അറിയിച്ചു. കരവാളൂർ പുത്തൂത്തുറ മണ്ഡലിൽ ഇടയ്ക്ക് 12 ലക്ഷം രൂപ ഗവൺമെന്റ് അനുവദിച്ചതാണ്. അതിന്റെ സ്ഥിതി എന്താണെന്നറിയാം? നമ്മൾ നോർമലി 12 ലക്ഷം സാധാരണ ടാർഗറ്റ് ചെയ്തത് ഈ മഴവെള്ളം കയ്യിൽ വെക്കുന്ന സമയത്ത് ഈ മണ്ണ് വീഴ്ത്തിരിക്കുന്ന ഉണക്കത് ചുരുക്കുകയും ചെയ്യുക പൊട്ടില്ല. അതുകൊണ്ടാണ് കൂടുതൽ പൊട്ടിക്കൂടിയായിരുന്നു. അല്ല, അത് പുനലൂർ സെക്ഷന്റെ കീഴിലല്ലോ. അപ്പൊ ആ വർക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. ഈ 12 ലക്ഷം രൂപയുടെ ഒരു വർക്ക് എക്സിക്യൂഷൻ നടക്കാനുണ്ട്. പുനലൂർ അച്ചൻകോവിൽ റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ ശബരിമല തീർത്ഥാടന കാലത്തിന് മുമ്പ് പൂർത്തിയാക്കേണ്ടതായിരുന്നെങ്കിലും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും MLA അറിയിച്ചു. ഈ അടിയന്തരമായി റോഡിന്റെ മെയിൻ്റനൻസ് പണികൾ, കുഴി അടപ്പ് എന്നുള്ളത് വളരെ ആവശ്യമായി ചെയ്തു തീർക്കേണ്ടതാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം അയ്യപ്പന്മാർ വരുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ പറയുന്ന അച്ചൻകോവിൽ മേഖല റോഡ്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ പണി പൂർത്തീകരിച്ച് മതിയാകും. അതിനൊരു ഇമ്മീഡിയറ്റ് ഇടപെടൽ വേണം.
പുനലൂരിലെ ശബരിമല ഇടത്താവളം സംബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങളെക്കുറിച്ചും ടി ബി ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രവർത്തനക്ഷമമാകാത്തതും വികസന സമിതി യോഗത്തിൽ ചർച്ചയായി. പുനലൂർ സ്നാനഘട്ടത്തിന്റെയും അവിടുത്തെ കംഫർട്ട് സ്റ്റേഷനുകളുടെയും ശുചീകരണം അടിയന്തരമായി ചെയ്തു തീർത്ത് ശബരിമല തീർത്ഥാടകർക്ക് പ്രയോജനപ്രദമാക്കും. ഇതിനായി മുനിസിപ്പാലിറ്റിയിൽ നിന്നും സ്ഥിരമായി 2 ജീവനക്കാരെ ശുചീകരണ ജോലികൾക്കായി നിയോഗിക്കും. ഇവിടെ വിവിധ ഭാഷകളിലുള്ള ബോർഡുകളും സ്ഥാപിക്കും. സ്നാനഘട്ടത്തിലെ സാമൂഹ്യവിരുദ്ധ ശല്യങ്ങൾക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. ശബരിമല തീർത്ഥാടന കാലത്ത് തിരക്കിനനുസരിച്ച് കൂടുതൽ KSRTC ബസ്സുകൾ അനുവദിക്കുവാനും രാത്രികാല പമ്പ സർവീസുകൾ വർദ്ധിപ്പിക്കുവാനും KSRTC ഡിപ്പോ അധികൃതർക്ക് നിർദ്ദേശം നൽകും. മണ്ഡലകാലം കഴിയും വരെ സർവീസിന് മുടക്കം വരുത്തരുതെന്നും ഡിപ്പോ അധികൃതരെ അറിയിക്കും. കഴുതുരുട്ടി മേഖലയിൽ വൈദ്യുതി മുടങ്ങുന്നത് നിത്യസംഭവമായതിനാൽ ഇക്കാര്യവും വികസന സമിതി യോഗത്തിൽ ചർച്ചയായി. തെന്മല മെയിൻ റോഡിലൂടെ 11 kV ലൈനിൽ അഡീഷണൽ ഫീഡർ സ്ഥാപിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് KSEB അധികൃതർ വികസന സമിതി യോഗത്തിൽ ഉറപ്പു നൽകി. ആശിച്ച ഭൂമി ആദിവാസി പദ്ധതി പ്രകാരം വാസയോഗ്യമായ ഭൂമി ഉടമസ്ഥനിൽ നിന്നും കണ്ടെത്തുന്നതിന് വേണ്ട നടപടിയെടുക്കണമെന്നും MLA യോഗത്തിൽ അറിയിച്ചു. ലൈവ് വാർത്ത പുനലൂർ. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ താലൂക്ക് വികസന സമിതി യോഗത്തിൽ കൃത്യമായി പങ്കെടുക്കണമെന്ന് അഡ്വക്കേറ്റ് കെ രാജു MLA. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും MLA കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ആദ്യമായി ശനിയാഴ്ച രാവിലെ 11 നടന്ന വികസന സമിതി യോഗത്തിലാണ് MLA ഇക്കാര്യം അഭ്യർത്ഥിച്ചത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൃത്യമായി എത്തിയാൽ മാത്രമേ ഒന്നിച്ചിരുന്ന് വികസന പ്രവർത്തനങ്ങളും അതിന്റെ പോരായ്മകളും ചർച്ച ചെയ്ത് നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ. വികസനം യാഥാർത്ഥ്യമാക്കാൻ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ്മയാണ് ആവശ്യമെന്നും MLA അഭിപ്രായപ്പെട്ടു. കൊല്ലൂരെയിൽ മാത്രം പോലെ അഞ്ചലയും വേണം. അതിന് ചെയ്യാവുന്നത് നമ്മുടെ ഈ താലൂക്കിന്റെ ചുമതലയിൽ വരുന്ന AXC പങ്കെടുക്കും. റോഡ്സിന്റെ AXC പങ്കെടുക്കുമ്പോൾ 2 സെക്ഷന്റെ ആളാണ് പുള്ളിക്ക് കാര്യങ്ങളാണ്. AXC പങ്കെടുത്തിട്ടില്ല. തുടർ യോഗങ്ങളിൽ കൃത്യമായി പങ്കെടുക്കും. NHന്റെ ഒരുപക്ഷെ AXCക്ക് പങ്കെടുക്കാത്തില്ല എങ്കിലും വരണം. എക്ക് മൊത്തത്തിൽ ചാർജ് തോന്നും ഇല്ലേ? NHന്റെ നമ്മുടെ ഈ താലൂക്കിന്റെ ഏറിയ മൊത്തത്തിൽ ഉള്ള ചുമതലയാണ് പങ്കെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാര് ഈ ജില്ലാതല അല്ല താലൂക്ക് തല യോഗത്തിൽ പങ്കെടുക്കേണ്ടവർ കൃത്യമായി പങ്കെടുക്കണം. ജനപ്രതിനിധികൾ ഇനി കൃത്യമായിട്ടുണ്ടാകും. പുതിയ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാനും എല്ലാം കൃത്യമായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഫലപ്രദമായി ഈ സമിതിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. വർഷങ്ങളായി വികസന സമിതി യോഗങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ജനപ്രതിനിധികളുടെ സാന്നിധ്യം തീരെ കുറവാണ്. ഉദ്യോഗസ്ഥരും യോഗത്തിലെത്താറില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് MLA പുതിയ ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും യോഗത്തിൽ ഹാജരാകാൻ അഭ്യർത്ഥിച്ചത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇനി പത്തനാപുരത്തും നടത്താം. മേഖലയിലെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സ്ഥലം കണ്ടെത്തി സർക്കാരിന് കൈമാറിയത്. താലൂക്ക് ആസ്ഥാനമായതോടെ ജോയിന്റ് RTO ഓഫീസ് അനുവദിക്കുന്നതിന് മുന്നോടിയായാണ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് നടത്തുന്നതിനാവശ്യമായ സ്ഥലം കണ്ടെത്തിയത്. താലൂക്കിലെ വിളക്കുടി, തലവൂർ, പട്ടാഴി, വടക്കേക്കര, പിറവന്തൂർ, പത്തനാപുരം പ്രദേശത്തുള്ളവർക്ക് ഇനി പത്തനാപുരത്തെത്തിയാൽ മതിയാകും. പത്തനാപുരം പുനലൂർ പാതയിൽ പള്ളിമുക്കിന് സമീപമാണ് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. മേഖലയിലെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സ്ഥലം കണ്ടെത്തി സർക്കാരിന് കൈമാറിയത്. അങ്ങനെ പഞ്ചായത്ത് കമ്മിറ്റി ഐക്യാണ്ടിനെ പാസ്സാക്കി MLAക്ക് കത്ത് കൊടുക്കുകയും MLA വിസിറ്റ് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങളൊരു ട്രാൻസ്പോർട്ട് കൊടുക്കണമെന്ന് അപേക്ഷ കൊടുക്കുകയും MLA അങ്ങനെ RTOക്ക് അപേക്ഷ കൊടുക്കുകയും RTOയായിട്ട് ബന്ധപ്പെട്ട DTCയായിട്ട് ബന്ധപ്പെട്ട MLAയുടെയും മറ്റ് രാഷ്ട്രീയ പ്രമുഖ സാംസ്കാരിക നേതാക്കന്മാർ എല്ലാ രാഷ്ട്രീയക്കാരും സാംസ്കാരിക നേതാക്കളുടെ പ്രഷർ ചെലുത്തിയാണ് ഇപ്പോൾ ഇവിടെ ഗ്രൗണ്ട് അനുവദിച്ചു തരാനുള്ള നടപടി സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love.
പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220 357 9745 201088. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, കാർഡിയോളജി, ന്യൂറോളജി, ഓർത്തോപീഡിക്സ്, ഗ്യാസ്ട്രോഎൻട്രോളജി, യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി, ഓഫ്താൽമോളജി, പീഡിയാട്രിക്സ്, ENT, സൈക്കാട്രി, ഡെർമറ്റോളജി, ഓൺകോളജി, അനസ്തേഷ്യോളജി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഡെന്റിസ്ട്രി എന്നീ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് www.sjmh.in സന്ദർശിക്കൂ. ഫോൺ 0475 2271 341, 2271 342, 2271 343. കേരള ഫാഷൻ ജുവലറി, പത്തനാപുരം. ദീപാവലി സ്പെഷ്യൽ മെഗാ എക്സ്ചേഞ്ച് ഓഫർ നവംബർ 5 മുതൽ 21 വരെ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 250 രൂപ അധികം നൽകുന്നു. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ തൂക്കത്തിൽ കുറവ് വരാതെ മാർക്കറ്റ് വിലയേക്കാൾ 250 രൂപ നേടിക്കൊണ്ട് പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാ ഒരു സുവർണാവസരം. കൂടാതെ ദീപാവലി നാളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് പണിക്കൂലി തികച്ചും സൗജന്യം. ഈ ഓഫർ ദീപാവലി ദിവസത്തേക്ക് മാത്രം. കേരള ഫാഷൻ ജുവലറി, പത്തനാപുരം. പത്തനാപുരത്തിന് പത്തനമാറ്റിന്റെ പൊൻതിളക്കവുമായി കേരള ഫാഷൻ ജ്വല്ലറി, പത്തനാപുരം. സംശുദ്ധ 916 സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ കലവറ. കേരള ഫാഷൻ ജുവലറി, പത്തനാപുരം. പുനലൂർ ശ്രീനാരായണ കോളേജിലെ NSS യൂണിറ്റും പുനലൂർ താലൂക്ക് ആശുപത്രിയും ചേർന്ന് ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ സുരേന്ദ്രനാഥ തിലകൻ അധ്യക്ഷനായ യോഗത്തിൽ പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സ്ഥാപനം നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമത്തിൽ ഞങ്ങളുടെ ഈ ഉദ്യമത്തിൽ പങ്കുചേരുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത നിങ്ങളെ എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഈ ഇന്നത്തെ നിങ്ങളുടെ NSS വാളണ്ടിയർമാർ ഇവിടെ ശുചിയാക്കൽ നടത്തുന്ന ഈ പരിപാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുഭകൻ സ്വാഗതം പറഞ്ഞു. യോഗത്തിൽ NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബിജോ S ആനന്ദ്, BGMS തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രി സ്റ്റാഫ് സെക്രട്ടറി T ശ്രീകുമാർ നന്ദി പറഞ്ഞു.
100-ൽ പരം NSS വോളണ്ടിയർമാർ ഈ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറ മധുര 25 നമ്പർ അംഗൻവാടിയിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെ നജീബത്ത് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെ നജീബത്ത് നിർവഹിച്ചു. എനിക്ക് അമ്മമാരുടെ നൈപുണ്യം കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായി കണക്കാക്കിക്കൊണ്ട് അന്യ സംസ്ഥാനത്തു നിന്നും എത്തുന്ന വിഷാംശമുള്ള പച്ചക്കറികൾ ഉപേക്ഷിച്ച് നമ്മുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്തെടുക്കുന്ന പച്ചക്കറികളുടെ ഉപയോഗവും ഗുണമേന്മയും എല്ലാവരിലും എത്തിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. വാഴത്തട, വാഴക്കൂമ്പ്, ചെമ്പരത്തിപ്പൂവ് എന്നിവ കൊണ്ടുള്ള വിഭവങ്ങൾ ഫെസ്റ്റിൽ അവതരിപ്പിച്ചു. അംഗൻവാടി കുട്ടികളുടെ അമ്മമാരുടെ സഹകരണത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. മന്ദിരംകുന്ന് വാർഡ് മെമ്പർ കോട്ടപ്പുറം ശശി, ടീച്ചർ ശോഭിത, സൂപ്പർവൈസർ വിജയ, CDPO സമീല എന്നിവർ ഫെസ്റ്റിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ലോക NCC ദിനാഘോഷത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ സന്ദേശ റാലി സംഘടിപ്പിച്ചു. റാലി മൗണ്ട് താബോർ കോഓപ്പറേറ്റീവ് മാനേജർ തോമസ് റമ്പാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലി മൗണ്ട് താബോർ കോഓപ്പറേറ്റീവ് മാനേജർ തോമസ് റമ്പാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മദ്യം, മയക്കുമരുന്ന്, അന്തരീക്ഷ മലിനീകരണം, വിഷമയമായ ആഹാരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ബോധവൽക്കരണമായിരുന്നു റാലിയുടെ പ്രചരണോദ്ദേശം. NCC ഡേയുടെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജും കലഞ്ഞൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും കലഞ്ഞൂർ ഗവൺമെന്റ് ഹൈസ്കൂളും സംയുക്തമായി 14 കേരള ബറ്റാലിയൻ പത്തനംതിട്ടയുടെ നേതൃത്വം നടത്തുന്ന NCC സെലിബ്രേഷൻ്റെ കാര്യപരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഈ റാലിയുടെ തീം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നുള്ളതാണ്. കുട്ടികളിലും കേഡറ്റുകളിലും സമൂഹത്തിലും അവബോധം നൽകുന്നതിന് വേണ്ടി, അറിവ് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യപരിപാടിയാണിത്. ഇതിനുശേഷം കുട്ടികളെല്ലാം തന്നെ KSRTC ബസിൻ്റെ സഹായത്തിൽ ഗാന്ധി ഭവൻ സന്ദർശിക്കുന്നതും അവിടെ ഞങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതും. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ്, കലഞ്ഞൂർ ഗവൺമെന്റ് HS തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തു. സൈനിക ഉദ്യോഗസ്ഥരായ ഡോക്ടർ കോശി, ലാൽ വർഗീസ്, ജാക്കിർ ഹുസൈൻ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. പത്തനാപുരം ടൗൺ, നെടുമ്പറമ്പ്, കല്ലുംകടവ് ചുറ്റിയെത്തിയ റാലി സെന്റ് സ്റ്റീഫൻസ് സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു. തുടർന്ന് അംഗങ്ങൾ ദൃഢപ്രതിജ്ഞയും എടുത്തു. ലൈവ് വാർത്ത, പത്തനാപുരം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആറ്റിങ്ങലിൽ സ്വകാര്യ ബസ് മറിഞ്ഞ അപകടം. 2 പെൺകുട്ടികൾ മരിച്ചു. ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 17 പേരുടെ നില ഗുരുതരം. പത്തനാപുരത്ത് ശബരിമല തീർത്ഥാടകർക്കായി ഇടത്താവളമില്ല. തീർത്ഥാടകർ വലയുന്നു. DGPയുടെ പെരുമാറ്റ സർക്കുലറിന് പുല്ലുവില. പത്തനാപുരത്ത് യുവാവിന് പോലീസിന്റെ മർദ്ദനം. കക്കോട് സ്വദേശിയായ യുവാവിനെ SIയും സംഘവും ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.